കത്തോലിക്ക സഭ വിശ്വാസ പരിശീലനത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. വിശ്വാസ പരിശീലനം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ തൃശൂർ അതിരൂപത വ്യത്യസ്തമാകുകയാണ്. എങ്ങനെയാണെന്നല്ലേ, തങ്ങളുടെ വിശ്വാസ പരിശീലന രീതി കൊണ്ടാണ് അവർ വ്യത്യസ്തമാകുന്നത്. തൃശൂർ അതിരൂപതയിലെ സെയിന്റ് ആന്റണീസ് ചർച്ച് അന്തിക്കാടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇവിടെ വിശ്വാസ പരിശീലനം കുടുംബ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ പരിശീലന രീതിക്കൊപ്പം വചനാധിഷ്ഠിതമായ ഒരു വിശ്വാസ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. പാഠപുസ്തകത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ കുട്ടികളെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നയിക്കാനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. കുട്ടികൾക്ക് വചനം പഠിക്കാനായിട്ടും അവരെ കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് പരിപോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഓരോ ഞായറാഴ്ചയും വചന ബോർഡിൽ ഓരോ ക്ലാസ്സുകാരാണ് വചനങ്ങൾ എഴുതുന്നത്. അതിന് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ നമുക്ക് ഈ ഞായറാഴ്ചത്തെ വചന ബോർഡ് ഒന്ന് കാണാം. വിശ്വാസ പരിശീലനത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ പങ്കുവഹിക്കുന്നതാണ് PTA പ്രതിനിധികളും. ഇവിടുത്തെ വിശ്വാസ പരിശീലനം ഇത്രയധികം വ്യത്യസ്തമാകുമ്പോൾ അതിന് PTAയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വിശ്വാസ പരിശീലന രംഗത്ത് PTAയുടെ വളരെ നിർലോഭമായ സഹകരണമുണ്ട്. മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒപ്പം തന്നെ PTAയുടെ വലിയ സപ്പോർട്ട് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ സംരംഭത്തിന് PTAയുടെ എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പാഠപുസ്തകം മാത്രം പോരാ, ഒപ്പം പ്രാക്ടിക്കലി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ നൂതന തത്വങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ പരിശീലന അധ്യാപകർ കൊണ്ടുവരുന്നത്. അന്തിക്കാട് ഇടവകയെ സംബന്ധിച്ച് ഫൊറോന തലത്തിലും രൂപതാ തലത്തിലും വളരെ ഉയർന്ന രീതിയിൽ വിശ്വാസ പരിശീലനത്തെ സംബന്ധിച്ച് ഉയർത്തിക്കാട്ടാൻ ഇവിടുത്തെ മികവുള്ള മിടുക്കരായ മതബോധന അധ്യാപകരുണ്ട് എന്നുള്ളത് ഞാനൊരു കൈക്കാരൻ എന്നുള്ള എനിക്ക് അഭിമാനപൂർവ്വം സമർപ്പിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാതൃക പിഞ്ചുന്നുകൊണ്ട് പ്രകൃതിയിൽ ഇണങ്ങി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ഉള്ളത് 11ാം ക്ലാസ്സിലെ കുട്ടികളോടൊപ്പമാണ്. ഇങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പണ്ടത്തെ ഗുരുകുല സമ്പ്രദായമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ മാതൃക പിഞ്ചെന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംബിയൻസിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടിയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് കുറച്ചുകൂടി എപ്പോഴും ക്ലാസ് റൂമിൻ്റെ അകത്താണല്ലോ, കുറച്ചൊരു വായുക്ക് വെളിച്ചം കിട്ടുന്ന പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോഴെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ബൈബിളിൽ പ്രകൃതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ശ്രവിക്കാൻ പറ്റും. നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു സമാധാനം, അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഇതായിരുന്നു. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, നമുക്കറിയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിന്റെ ആപ്തവാക്യം കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനമാണ്. അതിനാൽ തന്നെ ഇവിടെ ക്ലാസ് എടുക്കാനെന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ റീത്ത മമ്മച്ചിയാണ്. കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനമാണല്ലോ ഈ വർഷത്തെ ആപ്തവാക്യം. അപ്പോൾ ഇന്ന് കുടുംബത്തിനെ പറ്റി ക്ലാസ് എടുക്കാനാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ കുട്ടികളോട് പറയാനുള്ളത്? അവരെ ഒന്നാമത് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് കുടുംബത്തിൽ കഴിയണം. പിന്നെ എല്ലാ മാതാപിതാക്കളെയും എല്ലാവരെയും അനുസരിച്ച് പഠിക്കുക. പുസ്തകത്തിൽ മാത്രം വിശ്വാസ പരിശീലനം ഒതുക്കി നിർത്താതെ കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ ജീവിതത്തെ തീക്ഷ്ണതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ കണ്ടത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻറ് ആന്റണീസ് ചർച്ച് അന്തിക്കാടിൻ്റെ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ജസ്റ്റിനാണ്. സർ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിശ്വാസ പരിശീലന രീതി കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്?
നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ബോധന മാർഗ്ഗങ്ങളൊക്കെയാണ്. കാരണം ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടമൊക്കെ മാറി. ആധുനിക കാലഘട്ടത്തിൻ്റെ സംവിധാനങ്ങളും സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ അധ്യയനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും അവസരത്തിലും വിശ്വാസ പരിശീലനവും കാലാനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതൊരു അനുഭവവേദ്യമാവുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയാണല്ലോ, അനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക്. അപ്പോൾ ഒരു അനുഭവം അവർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വിവിധ മാർഗങ്ങളിലൂടെ നമ്മൾ അതിന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പല നൂതന മാർഗങ്ങളിലൂടെയും അതിന് മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് ഇൻവോൾവ്മെൻറ്റ്, അവരുടെ പങ്കാളിത്തം അതിൽ വരാവുന്ന രീതിയിൽ, വെറും ഇൻ്റലക്ച്വൽ മാത്രമല്ല ഭൗതിക തലത്തിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ വിവിധങ്ങളായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷം നമുക്ക് ആഭവർഷം കുടുംബ കേന്ദ്രീകൃത വിശ്വാസ പരിശീലനമാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങളങ്ങനെ ഓരോ വർഷവും എന്താണോ ആ വർഷത്തിൻ്റെ ഒരു ആപ്തവാക്യമായിട്ടുള്ളത് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ്. ഇപ്രാവശ്യം ഞങ്ങളത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ്, വചനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സെൻറ് ആൻ്റണീസ് ചർച്ചിലെ മതാധ്യാപകരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഇവിടുത്തെ മതാധ്യാപകർ. അന്തിക്കാട് വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോ പുതിയ ആശയങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. ആദ്യത്തെ ആഴ്ച നമ്മൾ കുട്ടികളുടെ ജന്മദിനം അവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ജന്മദിനമുള്ള കുട്ടികളെ ആദ്യത്തെ ആ മാസത്തിലെ എല്ലാ കുട്ടികളെയും നമ്മൾ വിഷ് ചെയ്യുന്നു. 2-3 ആഴ്ചകളിൽ നമ്മൾ കത്തോലിക്ക സഭയിലെ സഭാവാർത്തകളാണ് വായിക്കുന്നത്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളും അതുപോലെ തന്നെ നല്ല ശക്തരായിട്ടുള്ള അധ്യാപകരും ഒപ്പം തന്നെ PTA-ക്കാരും എല്ലാവരും ഞങ്ങളുടെ ഒപ്പം നിന്ന് കുട്ടികളെ ഞങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവരുന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതിൽ ഞങ്ങൾ അധ്യാപകർ പോലും വളരെ സന്തോഷമാണ്. അതുപോലെ വചനം ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും വരുമ്പോഴായാലും വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴായാലും ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും വചനപ്പെട്ടിന്ന് വചനം എടുത്തിട്ടാണ് കുട്ടികളായാലും മറ്റ് ആത്മായരായാലും ഞങ്ങളായാലും ഒക്കെ അവിടെ നിന്ന് തിരിച്ചു പോവുക. ഇപ്പോൾ ഞങ്ങൾ വചനത്തിനോടൊപ്പം തന്നെ വചന വിത്ത് നമ്മൾ പറയില്ലേ, വിത്തിൻ്റെ ഉപമ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വചനത്തിനോടൊപ്പം തന്നെ വിത്ത് വെച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ഉൾക്കാഴ്ച കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെൻറ് ആൻ്റണീസ് ചർച്ചിലെ കാറ്റീസം കുട്ടികളാണ്. ഇവർ ഇംഗ്ലീഷിൽ ഒരു വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷിൽ സമ്പൂർണ്ണ ബൈബിള് എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഈ കുഞ്ഞുമക്കൾ എഴുതിയ ബൈബിളാണ്. സ്വന്തം കൈപ്പടയിൽ അവരെഴുതി കംപ്ലീറ്റ് ആക്കിയതാണിത്. എന്താ ഇങ്ങനെ എഴുതാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ? മാഷാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ തന്നത് തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കെല്ലാവരും ഈ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്തൊരു പ്രവർത്തനമാണ്. എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എഴുതുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിചാരിച്ചിരുന്നത് തീരില്ലായിരുന്നായിരുന്നു. എന്നാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്ത് കൂടുതലും എന്തെന്ന് പറയാം, ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ ചെയ്യാനും ഇത് ചെയ്തതോട് കൂടി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ മുന്നേറാനായിട്ട് ഞങ്ങൾക്ക് കുറേ സാധിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഷൈൻ മാഷിൻ്റെ നേതൃത്വത്തിൽ +2 പഠിച്ചിരുന്ന എല്ലാ കുട്ടികളും കൂടിയിട്ട് മലയാളം എന്നതിൽ നിന്ന് വേറിട്ട് ഞങ്ങളെല്ലാവരും ഇംഗ്ലീഷിൽ ബൈബിള് എഴുതാനായിട്ട് തീരുമാനമെടുത്തു. കുറേ ടീച്ചേഴ്സും ഞങ്ങളുടെ കഴിഞ്ഞ +2കാരെല്ലാവരും കൂടി എഴുതിയ ബൈബിളാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മതാധ്യാപികയായ 7ാം ക്ലാസ്സിലെ ടീച്ചറായ അനു ആണ്. ടീച്ചർ നമ്മോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നുവാണ്. ടീച്ചറെ എത്ര നാളുകൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത്? ഞാൻ 11 മാസം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഡിസംബറിൽ ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ച് എഴുതി തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞില്ല. അത് കാരണം ജനുവരിയിൽ പെരുന്നാളിൻ്റെ അന്ന് കാലത്താണ് ഇതിവിടെ ഇങ്ങനെ എഴുതാനായിട്ടുള്ള ഒരു ശരിക്കും കാരണം വിശ്വാസ പരിശീലന അധ്യാപികയായി വന്നിട്ട് ഇപ്പോൾ 6 വർഷമായതുള്ളൂ. അതിനുശേഷമാണ് എനിക്കിങ്ങനെ എഴുതാനായിട്ട് തോന്നിയത്. അങ്ങനെ എഴുതുന്നത് കൊണ്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എഴുതാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ? എഴുതാനായിട്ട് പിന്നെ ഞാൻ ഈ 6 വർഷമായിട്ട് ഒരൊറ്റ ദിവസം പോലും കാറ്റിസം മുടങ്ങിയിട്ടില്ല. 6 വർഷത്തിൽ ഈശോയ്ക്ക് വേണ്ടി അത്യധികം മുടങ്ങിയിട്ടില്ല. എന്ത് കാരണം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോകുള്ളൂ, വേറെ കാര്യത്തിന് പോകുള്ളൂ. നമുക്ക് വളരെയധികം ഒരു മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം.
ഈ ബൈബിൾ എഴുതുക മാത്രമല്ല ഈ 6 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും വിശ്വാസ പരിശീലനം മുടക്കിയിട്ടില്ല എന്നതും അത്യധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വേദപാഠ ക്ലാസ് ഒക്കെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും സൺഡേ സ്കൂളിൽ വരാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നമുക്ക് ആദ്യമേ ഇങ്ങനെ വചനം കാണാൻ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് കൂടുതൽ പിന്നെയും പഠിക്കാനായിട്ട് തോന്നും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, പിന്നെ അത് പഠിച്ച് വേഗം അപ്പോൾ ഒരു സംതൃപ്തി തോന്നും. അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റം എന്തൊക്കെയാ? ഈശോനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പറ്റി. കൂടുതൽ എല്ലാത്തിലും ആക്റ്റീവ് ആവാനും കൂടുതൽ പഠിക്കാനും എല്ലാത്തിനും ഒരു കൂട്ടായിട്ട് വചനം ഉണ്ട് എന്നൊരു തോന്നൽ ഈ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയല്ലേ? നവമി, അപ്പം നമ്മൾ ബൈബിൾ കാണാണ്ട് പഠിച്ചല്ലോ, അതിന് അങ്ങനെ ബൈബിൾ കാണാണ്ട് പഠിക്കണം എന്നൊക്കെ തോന്നാനുണ്ടായ കാരണം എന്താ? ഞാനൊരു മത്സരത്തിന് പഠിക്കേണ്ടതായിരുന്നു, പക്ഷേ മത്സരത്തിന് പോകാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒന്നും കൂടി പഠിച്ചിട്ട് കേൾപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ കാരണം. അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് ശീലമാക്കി ജീവിതത്തിന്റെ അല്ലേ? അങ്ങനെ വചനം പഠിക്കാൻ തുടങ്ങിയപ്പം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായേ? കുറേ മാറ്റങ്ങളുണ്ടായി. എല്ലാവരും ഞാൻ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അതിശയിക്കുക എന്നിങ്ങനെ പറയും. അപ്പോൾ എനിക്ക് സപ്പോർട്ട് തന്നത്. അപ്പോൾ കൂടുതൽ വചനം പഠിക്കാനായിട്ട് സാധിച്ചല്ലേ? വിൽസൺ ചേട്ടൻ എഴുതിയ ബൈബിളാണ് ഈ കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്തൊരു പ്രവൃത്തി തന്നെയാണിത്. ചേട്ടാ, ഇങ്ങനെ ബൈബിള് സ്വന്തം കൈപ്പടയിൽ അത് ഇംഗ്ലീഷിൽ എഴുതാനുള്ള ആ ഒരു പ്രചോദനം എന്തായിരുന്നു? ഈ കണ്ട പോലെ തന്നെ നല്ല അക്ഷരമാണല്ലോ. അക്ഷരമാണെന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് നന്നായിട്ടുണ്ട് പറയുമ്പോൾ. അപ്പോൾ ഈ കൈയക്ഷരം ദൈവമോഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ കൊറോണ കാലത്തിൽ 1.5 കൊല്ലം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. സമ്പൂർണ്ണ ബൈബിള് ദിവസത്തിൽ മണിക്കൂറുകളോളം ഒരു 5-6 മണിക്കൂറൊക്കെ ഇരുന്ന് എഴുതിയിട്ടാണ് ഇത് തീർത്തത്. വചനദീപ്തി. എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതാ 2 പേരെ കോപ്പിയിൽ ദൈവവചനമാണ് എഴുതുന്നത്. നമുക്ക് വേറെ എവിടെയും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വചനം 2 പേര് കോപ്പിയിലൊക്കെ എഴുതി പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വചനം പഠിക്കാനും അറിയാനും ഒക്കെ ഏറെ മടിയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കുരുന്നുകൾ ദൈവവചനം ഇങ്ങനെ എഴുതി പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കി ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു പ്രചോദനത്തെ പറ്റി നമുക്ക് ഷൈൻ മാസ്റ്ററിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഇതിനൊരു പ്രചോദനം? എനിക്കിത് ഇങ്ങനെ 2 പേരെ കോപ്പിയിലേക്ക് ബൈബിൾ എഴുതാനുള്ള പ്രചോദനം കിട്ടിയത് വിൻസൻ ചേട്ടനാണ്. അതോടൊപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കൈയക്ഷരം കാണുമ്പോൾ പലപ്പോഴും ഭയങ്കര മോശമായിട്ട് തോന്നുന്നു. അപ്പോൾ എഴുതാത്തതിൻ്റെ കുറവാണ് ഇത്. കൈയക്ഷരത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കിയിട്ട് ബൈബിൾ വചനം കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു ബൈബിൾ വചനം പഠിക്കാനും പറ്റും, കൈയക്ഷരം നന്നാവും ചെയ്യുമെന്നുള്ള ശൈലി മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഹലോ, കുഞ്ഞുമക്കളുടെ പേരെന്താ? എല്ലാരും എന്തെടുക്കുക? പഠിക്കുവാണോ? ഈശോനെ അറിയാണോ? പാട്ട് പഠിക്കുവാണോ? എന്താ എന്ത് പാട്ടാ പഠിച്ചേ? കാണിച്ചു തരുമോ? നമുക്ക് കാണാം. ഇതാണോ പഠിച്ചേ ഇന്ന്? നമ്മുടെ കുരുന്നുകള് അവര് ഈശോനെ അറിയുന്നതാണ് നമ്മൾ കാണുന്നത്. അത് അവര് മനോഹരമായിട്ടുള്ള ഒരു ആക്ഷൻ സോങ് കളിക്കുകയാണ്. പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. നമ്മൾ പലതരം സമ്മാനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? വചനം സമ്മാനമായി കിട്ടിയ എങ്ങനെയുണ്ടാകും? അവിടെയാണ് സെന്റ് ആന്റണീസ് ചർച്ച് അന്തിക്കാട് വ്യത്യസ്തമാകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല മനോഹരമായൊരു സമ്മാനം. അതെ, ഇവിടെ വരുന്ന ഇടവകങ്ങൾക്ക്
ഇവിടുത്തെ വിശുദ്ധ ബലി അർപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സമ്മാനമാണ് ഇത്, വചന സമ്മാനം. അതെ, അവർ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് അവർ തന്നെ എഴുതിയിട്ട ഓരോ വചനങ്ങളുണ്ട്. ഈ വചനങ്ങളാണ് അവർക്ക് സമ്മാനമായി ലഭിക്കുക. ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ അവർ വെറും കൈയോടെയല്ല മടങ്ങി പോകുന്നത്, ഓരോ സമ്മാനങ്ങളായാണ്. ഇത് മറ്റുള്ള പള്ളികൾക്കും മറ്റു രൂപതകൾക്കും ഒക്കെ ഒരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജ്ഞാനത്തെ അയച്ചു തരണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താലല്ലാതെ ജ്ഞാനം ഹൃദ്യസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അതെ, ഇന്ന് നാം ഇവിടെ കണ്ടത് ഓരോ കുരുന്നുകളും വചനം കാണാതെ പഠിച്ച് അത് പറയുന്ന കാഴ്ചയാണ്. അതിനെ കുട്ടികളെ പ്രാപ്തരാക്കിയത് ഇവിടുത്തെ മതബോധന അധ്യാപകരും മാതാപിതാക്കളും PTA പ്രതിനിധികളുമാണ്. അവർ ഒരു നിറഞ്ഞ കൈയ്യടെ തന്നെ അർഹിക്കുന്നുണ്ട്. പുസ്തകത്തിലൂടെ മാത്രമല്ലാതെ വചനത്തിലൂടെയും മറ്റു പഠനങ്ങളിലൂടെയും വിശ്വാസ പരിശീലനം നടത്തി വേറിട്ടിരിക്കുകയാണ് സെന്റ് ആന്റണീസ് ഇടവക. ഈ ഒരു വിശ്വാസ പരിശീലന രീതി ഇത് തൃശ്ശൂർ അതിരൂപതയിൽ മാത്രമല്ല മറ്റ് രൂപതകളിലും ഇടവകളിലും അനേക കാര്യങ്ങൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്. ക്യാമറമാൻ ജോയൽ ജോഷിക്കൊപ്പം ബീന വെന്നി.